നോ ഇപ്പം പല ആൾക്കാർ എനിക്ക് തന്നെ എന്റെ യൂട്യൂബിൽ തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളെ കഴിഞ്ഞോ, തിരിച്ചു കയറാൻ സമയമായോ, എല്ലാ സ്റ്റോക്കുകളും തിരിച്ചു കയറുമോ? തിരിച്ചു കയറാൻ സമയം നോബഡി ക്യാൻ പ്രഡിക്റ്റ്. കാര്യം ഒരിക്കലും ഐ പേഴ്സണലി ഡോണ്ട് എക്സ്പെക്ട് വി ഷേപ്പ് റിക്കവറി. കാര്യം വി ഷേപ്പ് റിക്കവറി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വലിയൊരു ആക്ഷൻ പ്ലാൻ വേണം. പല ആൾക്കാരും പല കമന്റ്സിൽ പറയുന്നത് കേട്ടു, എന്താ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രാക്ടിക്കലി ദാറ്റ് വിൽ നോട്ട് വർക്ക്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ എക്കോണമിയുടെ വലിയൊരു ഫാക്ടർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തന്നെയാണ്. എസ്പെഷ്യലി FISന്റെ പുറത്ത് നമ്മൾ ചെലുത്തുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തന്നെയാണ് ശരി. എസ്പെഷ്യലി ഗവൺമെന്റ് കുറെ ടാക്സ് റിബേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് വേറെ ഇതിൽ വലിയൊരു സോഴ്സ് വേണ്ടി വരും ശരി. ആ സോഴ്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു പരിധിവരെ ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ FIS കൊടുത്താൽ നമ്മുടെ ഹോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.4% ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതിനെ ബാധിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സൈഡ് നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് എക്സ്പെക്ട് ശരിക്കും പറഞ്ഞാൽ. സോ ഇപ്പം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ 10 days ആയിട്ട് ഇറ്റ് ഈസ് കൺസോളിഡേറ്റിംഗ്. FISന്റെ ആ സ്ട്രെങ്ത് വിൽപ്പനയുടെ സ്ട്രെങ്ത് കുറഞ്ഞു, പക്ഷെ വിൽപ്പന നിന്നു എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. വിൽപ്പന എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് സൈഡിലാണ് നിൽക്കുന്നത്, ആ ലെവലിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ്സ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു, എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട്സ് വർക്ക് ചെയ്യുന്നത്, മുകളിലേക്ക് എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് താഴത്തേക്ക് വർക്ക് ചെയ്യുന്നത്, വലിയൊരു ഫാക്ടറാണ് സോഫാർ.